ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പനി ബാധിച്ചു കിടക്കുന്ന ഹബീബിനെ കാണാൻ വരുന്നു. നബിയുടെ നെറ്റിയിൽ കൈവച്ചു നോക്കുന്നു. ഇന്നക തൂഅകു കമാ ഇന്നക തൂഅകു വഅകൻ ശദീദാ. നബിയേ, നിങ്ങൾക്ക് വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ നബിയേ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വല്ലാതെ പനിക്കുന്നുവല്ലോ നബിയേ, വല്ലാതെ പനിക്കുന്നുണ്ട്. നഅം ഇന്നി ഊഅകു കമാ യൂഅകു റജുലാനി മിൻകും. നിങ്ങളിൽ രണ്ടാൾക്ക് വരുന്ന പനി എനിക്ക് ഒരു നേരം അല്ലാഹു നൽകുന്നുണ്ട്. നബിയേ, അങ്ങേക്ക് അല്ലാഹു പ്രതിഫലം കൂടുതൽ തരാനാണോ അത്? ഖാല നഅം, അത് തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചു, നബി തങ്ങൾ നെറ്റിയിൽ ആ ഒരു തലവേദനയുടെ കെട്ട് കെട്ടിയിട്ട് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മനസ്സുമായി മദീനയിലേക്കൊന്ന് ചെന്ന് നോക്കുക. ഹബീബിന്റെ വീട് ഈത്തപ്പനയോളകൾ വിരിച്ച പരിശുദ്ധമായ അൽ മസ്ജിദുൻ നബവി. അവിടെയാണ് ലക്ഷക്കണക്കിന് തവണ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിറങ്ങിപ്പോയത്. നമ്മൾ ഓർമ്മ വേണം. ആ പരിശുദ്ധമായ മെഹ്റാബിലേക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഹയുസ്സമാഉമായി കടന്നു വന്നത്. ആയിരങ്ങളല്ല, ലക്ഷക്കണക്കിന് തവണ. അവിടെ ചെന്ന് മൊബൈൽ ഉപയോഗിക്കുന്നവരും ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരും ഹബീബിന്റെ മസ്ജിദിനോട് അദബ് കാണിക്കുന്നുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന മണ്ണാണത്. മുത്തുനബിതങ്ങൾ പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വരുന്നു. നബിതങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നബിതങ്ങൾ കടന്നു ചെന്നു. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവരോട് സലാം പറഞ്ഞു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. നോക്കണം, നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. നമ്മൾ എപ്പോഴും ഒരുങ്ങേണ്ടത് ഇങ്ങനെയാണ് എന്നാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നി മുലാഖിൻ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനെ കാണാൻ പോവുകയാണ്. വസൗഫ ഉഖ്ബിറുഹു ബിമാ അജബ്തുമൂനി, ഞാൻ കൊണ്ടുവന്ന ശരീഅത്ത് നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നിങ്ങളെക്കുറിച്ച് ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. വസൗഫ ഉഖ്ബിറുഹു, ഞാൻ അല്ലാഹുവിന് പറഞ്ഞു കൊടുക്കും. ബിമാ അജബ്തുമൂനി ബിഹി, നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് ഉത്തരം തന്നതെന്ന് ഞാൻ അല്ലാഹുവിനോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. മൻ സബബ്തുഹു, ഞാൻ ആരെയെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഔ ശതംതുഹു, ഞാൻ ആരോടെങ്കിലും ശകാരിച്ചിട്ടുണ്ടെങ്കിൽ, ഔ അഖൽതു ലഹു ഔ അഖൽതു മിൻ മാലിഹി, ഞാൻ ആരുടെയെങ്കിലും പൈസ അന്യായമായി ഞാൻ എടുത്തു പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫൽയഖ്തസ്വ മിന്നിൽ ആൻ, ഈ നിമിഷം നിങ്ങൾ എന്നോട് വന്ന് ഖിസാസ് ചെയ്യണം, പ്രതികാരമെടുക്കണം, എന്നോട് ചോദിച്ചു വാങ്ങണം. കാശാണെങ്കിൽ നിങ്ങളെ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകരം നിങ്ങൾ എന്നെ ചീത്ത പറയണം. ഈ നേരം നിങ്ങൾ എന്നോട് പകരം ചോദിക്കണം, ഈ നേരം ചോദിക്കണം. എന്തേന്നറിയോ? ഖബ്ല അല്ലാ യകൂന ദിർഹമൻ വലാ ദീനാറാ, നാളെ പകരം കൊടുക്കാൻ ദീനാറോ ദിർഹമോ വരുന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് പ്രശ്നം തീർക്കണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിശബ്ദമായ ആ സദസ്സിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എല്ലാവരും കാലുമുട്ട് മടക്കി മേലോട്ട് ഉയർത്തിവെച്ച് ആ കാലിന്റെ ഇടയിൽ തല താഴ്ത്തി വെച്ച് തേങ്ങിക്കരയുന്നത് ഞാൻ കണ്ടു. ഹബീബായ നബി തങ്ങളാണ് ചോദിക്കുന്നത്, എനിക്ക് പുറത്തു തരണമെന്ന്, എന്നോട് മാപ്പാക്കണമെന്ന്. ആരെയെങ്കിലും ചീത്ത പറയുകയോ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്യായമായി എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്നോട് പ്രതികാരമെടുക്കണം. യാ അയ്യുഹന്നാസ് അല്ലാഹുമ്മ
മൻ സബബ്തുഹു ഔ ശതംതുഹു ഔ അഖദ്തു മിൻ മാലി. ജനങ്ങളാരും മറുപടി പറയാതെ വന്നപ്പോ ഹബീബ് ഒരു പ്രാർത്ഥന കൊടുക്കുകയാണ്. അതിന് പകരമായിട്ട്, അല്ലാഹുവേ, ഇവരിൽ നിന്ന് ഞാൻ ആരോടെങ്കിലും കർക്കശമായി പെരുമാറുകയോ മനസ്സിന് വേദനിപ്പിക്കുകയോ അവരുടെ സമ്പത്തെടുക്കുകയോ ഔ ദറബ്തുഹു, ഞാൻ അവരെ അടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, വഹാശാ, നബി തങ്ങൾ എങ്ങനെയാണ് അടിക്കുന്നത്? മാ ദറബ റസൂലുള്ളാഹി ബിയദിഹി ഇല്ലാ അൻ യുഖാതില ഫീ സബീലില്ലാഹ്. നബി തങ്ങൾ യുദ്ധത്തിൽ ഇറങ്ങുന്ന അവസ്ഥയിൽ ഹബീബായ തങ്ങൾ പോരാടിയതൊഴിച്ചാൽ ഒരാളെയും ഹബീബ് അടിച്ചിട്ടില്ല അവിടുത്തെ കൈകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാനിവരെ ആരെയെങ്കിലും അങ്ങനെ പറയുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫജ്അൽഹാ റഹ്മതൻ ഇൻദക്, നിന്റെ അരികത്തൊരു കരുണയായി എന്റെ അനുയായികൾക്ക് നീ കൊടുക്കണേ റബ്ബേ. ഞാൻ അവരെ ചീത്ത പറഞ്ഞതിന് നീ അവർക്ക് പകരം കരുണ കൊടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. സ്വഹാബത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാതിനാ യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കപ്പെടാൻ ഒരുക്കമാണ്. ഞങ്ങൾക്ക് അവരെക്കാളും വലുത് അങ്ങാണ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യാഴാഴ്ച മുതൽ തുടങ്ങി തിങ്കളാഴ്ചയിലേക്ക് റബീഉൽ അവ്വൽ, തിങ്കളാഴ്ച 12 എത്തി നിൽക്കുന്നു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ വാങ്കിന്റെ വിളി ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. നബിതങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ നബിതങ്ങൾ വാങ്ക് വിളിക്കുമ്പോൾ സാഗൂതം നബിതങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് വാങ്കിന് മറുപടി പറയുമായിരുന്നു. വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ വാങ്ക് നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടം. നബിതങ്ങൾക്ക് എപ്പോഴും അത് ഇഷ്ടമാണ്. എന്നാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ, അതൊരു മനുഷ്യനും വിളിച്ചു പറഞ്ഞില്ലെങ്കിലും നീ തന്നെയാണ് വലിയവൻ എന്ന സ്രഷ്ടാവിന്റെ പ്രകീർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന വാങ്കുലി ഞങ്ങൾ വല്ലാതെ കേട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നല്ലേ ബിലാൽ എന്നവരോട് പറയുമായിരുന്നത്, അരിഹ്നാ ബിഹാ യാ ബിലാൽ, അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലേ, വാങ്ക് വിളിക്കു ബിലാലെ, നിസ്കാരം കൊണ്ട് നമുക്ക് സമാധാനം വേണമെന്ന് ബിലാൽ എന്നവരോട് വാങ്ക് വിളിക്കാൻ പറയുന്നത്. അരിഹ്ന, നമുക്ക് റാഹത്തു താ ബിലാലെ, ബിഹാ, നിസ്കാരത്തിന് വാങ്ക് കൊടുക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ പള്ളിയിലാണ്, ഹബീബിന്റെ പള്ളി. അവിടേക്ക് ജമാഅത്തിന് ഇമാം നിൽക്കാൻ ഹബീബിനെ കൊണ്ടാവുന്നില്ല. ദിവസങ്ങളായി നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. 7 കിണറുകളിൽ നിന്നായി. അവിടുത്തെ പരിശുദ്ധരായ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ ഹബീബിനെ കുളിപ്പിച്ചു. നബിതങ്ങൾ 5 തവണയാണ് ബോധം കെട്ട് വീഴുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളത്തിന്റെ തണുപ്പോടുകൂടെ പനിക്കൊരു ശമനം വരുമോ എന്ന് വിചാരിച്ചു. ഓരോ തവണയും വെള്ളമൊഴിച്ച് നബിതങ്ങൾ മതി എന്ന് പറയും. എഴുന്നേൽക്കുമ്പോഴേക്കും തങ്ങൾക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. അത്രക്ക് ക്ഷീണം, അത്രക്ക് വിഷമമുണ്ട് നബിതങ്ങൾക്ക്. ഒരു ബക്കറ്റ് കൂടെ ഒഴിക്കൂ എന്ന് പറയും. അങ്ങനെ 5 തവണയാണ് ഹബീബായ തങ്ങൾക്ക് ബോധം തെളിയാതെ നബിതങ്ങൾ വിഷമിക്കുന്നത്. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. മുർ അബാ ബക്രിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് പറ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിൽക്കട്ടെ. ഹബീബിന്റെ കാലശേഷം ആരാണ് ഉമ്മത്തിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് ഇബാദത്തിന് നേതൃത്വം കൊടുക്കാൻ ലബിഖ്താറഹുല്ലാഹു ലിദീനിനാ ഫഹുവ അഹഖു ലിദുനിയാനാ. നിസ്കാരത്തിന് ഇമാം സുദ്ദീഖ് എന്നവരാണെങ്കിൽ ദുനിയാവിലെ ഖിലാഫത്തിന്റെയും ഇമാം സുദ്ദീഖ് എന്നവരാണെന്ന് സ്വഹാബിമാർ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മഹാനായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഹബീബ് ഇഷ്ടപ്പെടുന്നത്. ഒരിക്കൽ ചെല്ലുമ്പോൾ നബിതങ്ങൾക്ക് രോഗമായപ്പോൾ അല്ലാഹു അക്ബർ എന്ന് ഒരാൾ ഇമാമായി നിസ്കരിക്കുന്നുണ്ട്. തങ്ങൾ ചോദിച്ചു, അതാരാണ്? ആരാണ് ഇന്നത്തെ ഇമാം? അവര് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ്.
ഉമർ എന്നവരാണ് ഇമാമ്. തങ്ങൾ പറഞ്ഞു, ലാ, വേണ്ട, ഉമർ അല്ല ഇമാമ് നിൽക്കേണ്ടത്. യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബാ ബക്രിൻ, യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബാ ബക്രിൻ, യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബാ ബക്കർ. അല്ലാഹുവിനും മുഅ്മിനീങ്ങൾക്കും സിദ്ദീഖ് എന്നവര് മതി, സിദ്ദീഖ് എന്നവർ ഇമാമ് നിന്നാൽ മതി. ഉമർ എന്നവരല്ല ഇമാമ് നിൽക്കേണ്ടതെന്ന് നബി തങ്ങൾ അവിടെ തുറന്നു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളറിയണം, അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നാൽ പിന്നെ കടക്കാൻ പോകുന്ന ആൾ ആരെന്നറിയുമോ? അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ മിമ്പറിൽ നബി തങ്ങളെ കൊണ്ടുവന്നിരുത്തി. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി തങ്ങളുടെയും തോളിൽ കൈവച്ചുകൊണ്ട് ഹബീബ് വന്ന് അന്ന് മിമ്പറിൽ കയറിയിട്ടൊരു കാര്യം പറഞ്ഞു. മദീന പള്ളിയുടെ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തത്റുകന്ന ഖൗഖതൻ, നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരുന്ന എല്ലാ ചെറുതും വലുതുമായ വാതിലുകൾ അടച്ചു വെക്കണം. ഇല്ലാ ഖൗഖത്ത് അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കുള്ള വാതിലല്ലാതെ ഇല്ലാ സുദ്ദത്ത്, ബാക്കിയെല്ലാം അടച്ചു വെക്കണം. എന്നാൽ സിദ്ദീഖ് എന്നവരുടെ വാതിൽ അടക്കരുത് എന്ന് വഫാത്തിന്റെ തൊട്ടു മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി എല്ലാ വാതിലും അടക്കണം മദീന പള്ളിയുടെ, സിദ്ദീഖ് എന്നവരുടെ വാതിൽ അടക്കരുതേ എന്ന് മിമ്പറിൽ വെച്ച് പറഞ്ഞു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി അൻഹാകും അനിശ്ശിർക്ക് ഫലാ തുശ്രികൂ ബില്ലാഹ്, ബഹുദൈവ ആരാധനയിൽ നിന്ന് തൗഹീദിലേക്ക്, ഈമാനിലേക്ക് അല്ലാഹു നിങ്ങളെ വഴി നടത്തി. ഇനി ഒരിക്കലും ബഹുദൈവ ആരാധന ചെയ്യരുതേ. അവിടുന്ന് പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. വിധങ്ങൾ പറഞ്ഞു, ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരിലെ പ്രവാചകന്മാരെ ആരാധ്യന്മാരായി വിശ്വസിച്ചവരാണ്, പ്രവാചകന്മാർക്ക് ഇബാദത്ത് ചെയ്തവരാണ്. എന്നാൽ ഇബാദത്ത് അല്ലാഹുവിനാണ്. അതുകൊണ്ട് ലാ തത്തഖിദൂ ലാ اللهم لا تجعل قبري وثنا يعبد، اللهم لا تجعل قبري وثنا يعبد، اللهم لا تجعل قبري وثنا يعبد. നിങ്ങളുടെ പ്രാർത്ഥന ലോകാവസാനം വരെ നിലനിൽക്കും. മുഅ്മിനീങ്ങൾ ഹബീബിനോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും ഇബാദത്ത് അല്ലാഹുവിനോട് ചെയ്യുന്ന ഇബാദത്തല്ല. നിബിതങ്ങൾ അല്ലാഹുവിന്റെ മെഹബൂബാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. അമ്പിയാക്കന്മാരുടെ ഖബർ ആരാധ്യ വസ്തുക്കളാക്കിയിട്ടുണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും. എന്നാൽ നിങ്ങൾ എന്റെ ഖബർ ആരാധ്യ വസ്തുവാക്കരുതേ, ഞാൻ മഅബൂദല്ല. ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്നെയും എന്റെ ഉമ്മയെയും ആരാധിക്കരുത്, ആരാധ്യൻ അല്ലാഹുവാണ്. നബി തങ്ങൾ ഉണർത്തുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന് ആ തിങ്കളാഴ്ച ദിവസം അല്ലാഹുവിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. സ്വഹാബിമാര് മുഴുവനും പരിശുദ്ധമായ സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി നിസ്കരിക്കാൻ നിൽക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ അവരെല്ലാം സഫായി നിൽക്കുന്നു. മുത്തനബി തങ്ങൾക്ക് വരാൻ കഴിയില്ലെന്നവർക്കറിയാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നിസ്കാരത്തിന് വേണ്ടി സഫ് കെട്ടുമ്പോഴാണ് പരിശുദ്ധമായ ബീവിയുടെ ഹുജറയുടെ ജനാലയുടെ ആ കർട്ടൻ നീങ്ങുന്നത് ഞങ്ങൾ അറിയുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലമ്മാ റആനാ സുഫൂഫൻ കിദ്നാ നഫ്തതിനു, ഞങ്ങൾ സ്വഫായി നിൽക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനൊരു സന്തോഷം തോന്നി. നബി തങ്ങൾ പുഞ്ചിരിച്ചു, ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കാരണം ഞങ്ങൾക്ക് നിസ്കാരത്തിൽ പോലും ശ്രദ്ധ നഷ്ടപ്പെടുമോ എന്ന് ഞങ്ങൾ പേടിച്ചു എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കഅന്ന വജ്ഹഹു വറഖതു മുസ്ഹഫിൻ, മുസ്ഹഫിന്റെ ഒരു കഷ്ണം പോലെ തെളിഞ്ഞ മുഖമായി, വളരെ വെളുത്ത മുഖമായി നബി തങ്ങൾ ഞങ്ങളെ നോക്കി ചിരിച്ചു എന്ന്. അവസാനത്തെ ചിരിയായിരുന്നു അതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല.
ഹബീബ് ഞങ്ങളെ കണ്ട് സന്തോഷിച്ചത് ഞങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് മുഅ്മിനേ, ഒരു വഅദ് കൊണ്ടും നമ്മുടെ സുബ്ഹി നിസ്കാരം നഷ്ടപ്പെടാതിരിക്കട്ടെ. അത് വഅദ് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും സംഘാടകർക്കും ഏത് നാട്ടിലും എവിടെയുമായാലും അല്ലാഹുവിന്റെ ഹബീബ് അവസാനം സന്തോഷിച്ച് ചിരിച്ചത് സുബ്ഹിക്ക് സ്വഫായി നിൽക്കുന്ന രംഗം കണ്ടപ്പോഴാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻ മുഖീമിസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരായി റബ്ബേ ഞങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. നബി തങ്ങൾ ആ കർട്ടൻ വലിക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുകാരോട് നബി തങ്ങൾ പറഞ്ഞ സ്വകാര്യങ്ങളുണ്ട്, വസിയത്തുകളുണ്ട്. ആ സമയം ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ റൂമിലേക്ക് വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസാമ റളിയല്ലാഹു അൻഹുവിന് അന്ന് 16 വയസ്സാണ് പ്രായമെന്നോർക്കണം. ഉസാമ റളിയല്ലാഹു അൻഹു 16 വയസ്സുള്ളപ്പോഴാണ് റോമക്കാർക്കെതിരെ ഒരു സൈന്യത്തിന് മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ എന്നവരെ നേതാവാക്കുന്നത്. ഒരു ബറ്റാലിയന്റെ കമാൻഡർ ഇൻ ചീഫ്, ഒരു സൈന്യത്തെ നയിക്കാനുള്ള യോഗ്യതയുണ്ടായിരുന്നു. ചെറുപ്പക്കാരനാണെങ്കിലും 16 വയസ്സുള്ള ഉസാമ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട ആളാണ്, ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ മകനാണ്. മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു, സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ എപ്പോഴും പുഞ്ചിരിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ ഉസാമ എന്നവരോട് നബി തങ്ങൾ സംസാരിച്ചില്ല. നബി തങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ കേൾക്കാൻ കഴിയുന്നില്ല. ഉസാമ റളിയല്ലാഹു അൻഹു കണ്ടു നബി തങ്ങൾ കൈയുയർത്തുന്നുണ്ട്, ഹബീബ് കൈയുയർത്തുന്നുണ്ട്. ഫഅലിംതു അന്നഹു യദ്ഉലി, നബി തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുന്നു. ഫാത്തിമത്തു സഹ്റാ, ഹബീബിന്റെ കരളിന്റെ കഷ്ണമായ മോള് കടന്നു വരുന്നു റളിയല്ലാഹു അൻഹാ. മോള് എപ്പോൾ വരികയാണെങ്കിലും എഴുന്നേറ്റിരുന്ന് മോളുടെ നെറ്റിയിൽ ഉമ്മ വെക്കുമായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ തന്നെയാണ്. സ്വന്തം മക്കളെ ഉമ്മ വെക്കൽ ഹബീബിന്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയുടെ നെറ്റിയിൽ ഉമ്മ വെക്കാൻ നബി തങ്ങൾ എഴുന്നേറ്റിരിക്കുമായിരുന്നു. ഹബീബിന്റെ റൂമിലേക്ക് മോള് വരുമ്പോൾ ബീബി എഴുന്നേൽക്കുന്നില്ല. ഫഅലിമത്, അപ്പോൾ ബീവിക്ക് മനസ്സിലായി ഉപ്പാക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ഉപ്പായുടെ രോഗം കനപ്പെട്ടിട്ടുണ്ട്, ഉപ്പ വളരെ ക്ഷീണത്തിലാണെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി. ഫാത്തിമ ബീവിയെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുള്ളത്, മാ റഅയ്തു അഹദൻ അശ്ബഹ ബിഖൽഖി റസൂലില്ലാഹി വഖുലുഖിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരപ്രകൃതവും നബിതങ്ങളുടെ സ്വഭാവവും ഹബീബിന്റെ നടത്തവും അതുപോലെ കിട്ടിയ ഒരാൾ മോള് ഫാത്തിമയല്ലാതെ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി നടക്കുന്നത് ഹബീബിന്റെ നടത്തമാണ്. ഫാത്തിമ ബീവിയുടെ ചിരി അഷ്റഫുൽ ഖൽഖിന്റെ ചിരിയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സംസാരം പോലും ഹബീബിന്റെ സംസാരമാണ്. ഫാത്തിമ ബീവി വരുമ്പോൾ ഞങ്ങൾ അവരുടെ വായയിലേക്ക് തന്നെ നോക്കി നിൽക്കും. ഹബീബിന്റെ വഫാത്തിന് ശേഷം ഇത് മുത്തുനബി തങ്ങളുടെ സംസാരമാണ്, ഹബീബിന്റെ ശബ്ദമായിരുന്നു ഫാത്തിമയുടേത് റളിയല്ലാഹു തആല അൻഹാ. വാ കർബാ യാ അബതാ യാ റസൂലല്ലാഹ്, ഉപ്പാ അങ്ങയുടെ സങ്കടമേ, അങ്ങയുടെ വിഷമമേ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന ഉപ്പയെ 63 വയസ്സാകുമ്പോഴും സവാ അൽ ബത്നി വസ്സുദിരി, ഹബീബായ തങ്ങളുടെ നെഞ്ചും ഹബീബിന്റെ വയറും ഒരുപോലെയായിരുന്നു. കുടവയറുണ്ടായിട്ടില്ല, നബി തങ്ങളുടെ വയറ് മുന്തിയിട്ടില്ല. ശരീരം നല്ല ആരോഗ്യമുള്ള പ്രകൃതമാണ്. തലയിൽ നിന്നും വന്ന് നിരച്ചത് 17 രോമങ്ങളാണെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹബീബ് ലോകത്തോട് വിട പറയുമെന്ന് ആരും അത്രക്കങ്ങ് പ്രതീക്ഷിച്ചില്ല. നബി തങ്ങൾക്ക് വാർദ്ധക്യ സഹജമായ രോഗമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു മോള് കരയാൻ തുടങ്ങിയപ്പോ, മോളെ ഫാത്തിമ ലാ കർബ അലാ അബീകി ബഅദൽ യൗം, ഈ ദിവസം കഴിഞ്ഞാൽ,
ഈ ദിവസം കഴിഞ്ഞാൽ മോളെ ഉപ്പാക്ക് വിഷമമില്ല മോളെ, ഉപ്പയുടെ വിഷമം ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലേക്ക് ആയിഷ ബീവിയുടെ സഹോദരൻ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. കയ്യിലൊരു മിസ്വാക്കുണ്ട്. നബി തങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണിത്. ആയിഷ ബീവി പറയുന്നു, എന്റെ ഹബീബ് അബ്ദുറഹ്മാന്റെ മുഖത്തേക്ക് നോക്കുന്ന പോലെ എനിക്ക് തോന്നി. നോക്കുമ്പോൾ നബി തങ്ങൾ നോക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു എന്ന ആയിഷ ബീവിയുടെ സഹോദരന്റെ കയ്യിലെ മിസ്വാക്കിലേക്കാണ്, അറാക്ക് കഷ്ണത്തിലേക്കാണ്. എനിക്ക് മനസ്സിലായി നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, നബിയേ, ആ മിസ്വാക്കാണോ അങ്ങ് നോക്കുന്നത്? അതേ എന്ന് ഹബീബ് കണ്ണുകൊണ്ട് കാണിച്ചു. സംസാരിക്കാൻ പ്രയാസമുണ്ട് ഹബീബിന്. ഞാനത് വാങ്ങിച്ചു എന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന്. നോക്കുമ്പോൾ അതിന് ഇച്ചിരി കട്ടിയുണ്ട്. ഞാൻ എന്റെ ഉമിനീരുപയോഗിച്ച് ആ അറാക്കിന്റെ കഷ്ണം ചതച്ച് ഞാൻ അതിനെ സോഫ്റ്റ് ആക്കി കൊടുത്തു. എന്നിട്ട് ഹബീബ് തങ്ങൾ അതുകൊണ്ട് നബി തങ്ങൾ മിസ്വാക്ക് ചെയ്തു. അശദ്ധമായ കൂൻ നബി തങ്ങൾ മുമ്പൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്. അവിടുന്ന് ത്വയ്യിബാണ്, ഹബീബിന് സുഗന്ധമാണ്, അവിടുത്തെ ശരീരം സുഗന്ധമാണ്, വാക്ക് സുഗന്ധമാണ്, അവിടുത്തെ വായ സുഗന്ധമാണ്. എന്നാൽ അള്ളാഹുവിനെ കാണാൻ പോകുമ്പോൾ ഒന്നുകൂടെ ശുദ്ധിയാവട്ടെ. അള്ളാഹുവിനോടല്ലേ കാണാൻ പോകുന്നത്. സഉഖ്ബിറുഹു ബിമാ അജബ്തുമൂനി ബിഹി. സ്വഹാബികളെ, ഞാൻ നിങ്ങളിലേക്ക് നബിയായി വന്നിട്ട് എന്താണ് നിങ്ങൾ എന്നോട് മറുപടി പറഞ്ഞത് എന്ന്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്റെ കൂടെ നിന്നത് എന്ന് ഞാൻ അള്ളാഹുവിനോട് പറയാൻ പോവുകയാണെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. അള്ളാഹുവിനോട് സംസാരിക്കാൻ പോകുന്ന ഹബീബ് അവിടുത്തെ വായ, പരിശുദ്ധമായ വായ ഒന്നുകൂടെ വൃത്തിയാക്കി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. മഹത്തുക്കളായ ആളുകളുടെ ഭാര്യമാരാവാൻ കഴിഞ്ഞവരെ, ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഒരു സൗഭാഗ്യം. മഹത്തുക്കളായ ആളുകൾക്ക് ഖാദിമീങ്ങളാവാൻ കഴിയുന്നവരെ, നിങ്ങളുടെ ഒരു സൗഭാഗ്യം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന സഹരി വനഹരി. നബി തങ്ങൾ വഫാത്താകുന്നത് എന്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ്. എന്റെ ഹബീബിന്റെ വായയിലേക്ക് ഈ ദുന്യാവിൽ നിന്ന് അവസാനം തട്ടിയ അംശം എന്റെ വായയിലെ ഉമിനീരാണ്. ഞാൻ ആ ബ്രഷ് ചെയ്തു കൊടുത്തപ്പോ അതിനുശേഷം ഹബീബ് ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ സൗഭാഗ്യം എനിക്കല്ലാതെ മറ്റാർക്കാണുള്ളതെന്ന് നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, ഹബീബിന്റെ തല ഹബീബ് വെച്ചിരിക്കുന്നത് ആയിഷ ബീവിയുടെ മടിയിലാണ് റളിയല്ലാഹു തആല അൻഹ. ഹബീബ് പറയാൻ തുടങ്ങുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൗവിൻ അലയ്യ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, നീയല്ലാതെ ഒരു ഇലാഹുമില്ല റബ്ബേ, മരണത്തിന്റെ വേദന എനിക്ക് ലഘൂകരിച്ചു തരണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തിൽ മൗത്ത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം ഒരു വാക്ക് പറയുന്നു. ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരികൾ, വിദ്യാർത്ഥിനികൾ, നിസ്കാരം ഖളാ ആക്കുന്നവർ, നിസ്കാരം ശ്രദ്ധിക്കാതെ പോകുന്നവർ, ഭാര്യമാരോട്, ഉമ്മമാരോട്, കൂട്ടുകാരോട് മോശമായി പെരുമാറുന്നവർ, ചെവി തുറന്ന് കേൾക്കുക. മുത്ത് ഹബീബിന്റെ നാവിൽ നിന്ന് അവസാനം ഉയരുന്ന വാക്കുകളാണിതൊക്കെ. അല്ലാഹ അല്ലാഹ ഫിസ്സലാ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ. അല്ലാഹ അല്ലാഹ ഫിസ്സലാത്തി വമാ മലകത് ഐമാനുകും. നിങ്ങളുടെ വീട്ടുകാരോട്, നിങ്ങളുടെ ഭാര്യ മക്കളോട്, അടിമകളുള്ള കാലമാണത്, അടിമകളോട് പോലും നിങ്ങൾ നന്നായി പെരുമാറണേ. നബി തങ്ങൾ 3 തവണയാണ് പറയുന്നത് അല്ലാഹ അല്ലാഹ ഫിസ്സലാ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ ഓർക്കണേ, മറന്നു പോവല്ലേ. വമാ മലകത് ഐമാനുകും. നിങ്ങൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള നിങ്ങളുടെ കീഴിലുള്ള ആളുകൾ,
അവരോടും നന്നായി പെരുമാറണമേ. മൂന്നാമതും പറഞ്ഞു അല്ലാഹ ഫിസ്സലാ വമാ മലകത് ഐമാനുകും. എന്നിട്ട് നബി തങ്ങളുടെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് യാത്ര ചോദിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹുജറയിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ തുടങ്ങി, ബലിർ റഫീഖൽ അലാ ബലിർ റഫീഖൽ അലാ. അല്ലാഹുവേ, നിന്റെ ഉന്നതമായ സാമീപ്യം, ബലിർ റഫീഖൽ അലാ, അല്ല റബ്ബേ, നിന്റെ ഉന്നതമായ സാമീപ്യം അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ സ്വഹാബികൾ ഊഹിക്കുകയാണ് നബി തങ്ങളോട് അല്ലാഹു വീണ്ടും ചോദിക്കുകയായിരിക്കും, നബിയേ, ഇവിടെ തന്നെ നിൽക്കണോ അതോ എന്റെ അരികത്തേക്ക് പോരണോ? ഞാൻ വരുന്നു റബ്ബേ, ഞാൻ വരുന്നു. അല്ലാഹു ബലിർ റഫീഖൽ അലാ ബലിർ റഫീഖൽ അലാ എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം റബ്ബേ നിന്റെ അരികത്തേക്കെന്ന വചനം ചൊല്ലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വഹാബത്തിന് പൊട്ടിക്കരച്ചിലടക്കാൻ കഴിയുന്നില്ല, കേൾക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വഹാബത്തിന് പള്ളിയിൽ ബഹളം പോലെ കൂട്ടക്കരച്ചിലാവുകയാണ്. ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും? ആർക്കിതിനെ സമാധാനിപ്പിക്കാൻ കഴിയും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം വെള്ള പുതച്ച് കിടത്തുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിൽ. അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ, ആയിഷ ബീവിയുടെ ഉപ്പ, ഹബീബിന്റെ കൂട്ടുകാരൻ, ഹബീബിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ അങ്ങ് മദീനയിൽ അപ്പുറത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിലായിരുന്നു. തന്റെ പെങ്ങളുടെ അരികത്ത് ഓടി വന്നു, കുതിരപ്പുറത്ത് ഓടി വന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് കൂട്ടക്കരച്ചിൽ കേൾക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ പറയുമ്പോ അല്ലാഹു സിദ്ദീഖ് എന്നവർക്കൊരു മനക്കരുത്ത് നൽകുകയായിരുന്നു. സാധാരണ ലോലമായ ഹൃദയമുള്ള ആളാണ് സിദ്ദീഖ് എന്നവര്. എന്നാൽ ഈ സംഭവത്തിൽ സിദ്ദീഖ് എന്നവർ മനക്കരുത്ത് നേടുന്നു. എന്നാൽ നല്ല ഉറച്ച മനസ്സുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പതറിപ്പോവുകയാണ്. ആരും പറയല്ലേ ഹബീബ് വഫാത്ത എന്ന്. ഇന്നമാ ഹബീബിന് സംഭവിച്ചത് അതാ റബ്ബഹു കമാ ദഹബ മൂസ ഇലാ റബ്ബിഹി. മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കാണാൻ കിതാബ് വാങ്ങാൻ പോയ പോലെ നമ്മുടെ ഹബീബ് അല്ലാഹുവിലേക്ക് പോയതാണ്. ഹബീബ് തിരിച്ചു വരും, ഹബീബ് കണ്ണു തുറക്കും, ഹബീബ് പുഞ്ചിരിക്കും, ഹബീബ് എഴുന്നേൽക്കും, നമ്മുടെ കൂടെ ഇനിയും ജീവിക്കും. ഹബീബ് വഫാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വാളുകൊണ്ട് തലയെടുക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഇടയിലേക്കാണ് സൗമ്യനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. കയ്യിലൊരു വടിയുണ്ട്. ആ വടിയും കുത്തിപ്പിടിച്ച് അടഞ്ഞു കിടക്കുന്ന വാതിൽ ആയിഷ ബീവിയുടെ റൂമിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. അവിടെ മറ്റാരുമില്ല. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നിന്നും പരിശുദ്ധമായ ആ തുണിക്കഷ്ണം നീക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 63 കൊല്ലത്തെ കൂട്ടുകാരനാണ് ലോകത്തോട് വിട പറയുന്നത്. 63 കൊല്ലത്തെ ഹബീബിന്റെ കൂട്ടുകാരനാണ് സിദ്ദീഖ് എന്നവര്. സിദ്ദീഖ് തങ്ങളുടെ 61 കൊല്ലത്തെ കൂട്ടുകാരൻ. 61 കൊല്ലത്തെ കൂട്ടുകാരൻ. 5 കൊല്ലമല്ല, 10 അല്ല, 20 അല്ല, 61 കൊല്ലത്തെ കൂട്ടുകാരനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ മുഖമൊന്ന് നോക്കുന്നു സിദ്ദീഖ് എന്നവർ. അവസാനത്തെ വട്ടം മുഖത്ത് നിന്നും വസ്ത്രം നീക്കി ആ പരിശുദ്ധമായ മുഖം കാണുമ്പോ സിദ്ദീഖ് എന്നവരെ ഹബീബിന്റെ പരിശുദ്ധമായ നെറ്റിയിൽ ഉമ്മ വെച്ചു. സ്വാലിഹീങ്ങളായ ആളുകൾ മരിച്ചു കിടക്കുമ്പോ അവരെ ഉമ്മ വെക്കൽ പുണ്യമാണെന്ന് പഠിപ്പിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പരിശുദ്ധമായ നെറ്റിയിൽ ഉമ്മ വെച്ചു. കരഞ്ഞു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരാണ് മുറിയാതെ വരികയാണ്.
സങ്കടം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. മഹാൻ നബിതങ്ങൾ വഫാത്തായെന്ന വാർത്ത കേട്ടപ്പോൾ ആദ്യം പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിലുണ്ട്, ഹദീസിലുണ്ട്. അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആനു നൽഖാ ബിഹല്ലാഹ്, അല്ലാഹുൽ മുസ്തആനു നഈശു ബിഹാ ലില്ലാഹ്, അല്ലാഹുൽ മുസ്തആനു നതഖബ്ബലു ബിഹാ അഖ്ദാറല്ലാഹ്. ഇത് പറഞ്ഞതിന്റെ ശേഷമാണ് ശുദ്ധീകരിക്കുന്നവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുന്നത്. അല്ലാഹുൽ മുസ്തആൻ, എല്ലാ വിഷമങ്ങളിലും സഹായം അല്ലാഹുവേ നിന്റേത്. നൽഖാ ബിഹല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന നാൾ വരേക്കും അല്ലാഹുൽ മുസ്തആൻ, വല്ലാഹുൽ മുസ്തആനു നഈശു ബിഹാ ലില്ലാഹ്. അല്ലാഹുൽ മുസ്തആനിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലാഹുൽ മുസ്തആൻ നതഖബ്ബലു ബിഹാ അഖ്ദാറല്ലാഹ്. അല്ലാഹുവിന്റെ വിധികളെ നമുക്ക് അല്ലാഹു തരുമ്പോൾ, വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ, ഹബീബിന്റെ മുസീബത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിട പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണവും മുസീബത്തുമാണെന്ന് ഹബീബ് തന്നെയാണ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഏത് വേദന വരുമ്പോഴും എന്റെ മരണം മൂലമുണ്ടാകുന്ന നഷ്ടമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. എന്നാൽ നിങ്ങളുടെ നഷ്ടം നിങ്ങൾക്ക് ചെറുതാണെന്ന് തോന്നും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുൽ മുസ്തആൻ എന്ന് പറഞ്ഞ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടാണ് ഹബീബിന്റെ മുഖം ചെന്ന് കാണുന്നത്. ആ പരിശുദ്ധമായ മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാ അത്യബക ഹയ്യാ വമാ അത്യബക മയ്യിതാ. ആ റൂമിലാകെ സുഗന്ധമാണ്, ആരും സുഗന്ധം പരത്തിയതല്ല. മദീന പള്ളിയിലേക്ക് സുഗന്ധം അടിച്ചു വീശുന്നുണ്ട്, അവിടെ ആരും സുഗന്ധം വെച്ചിട്ടില്ല. ഹബീബിനെ ചുംബിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്നവർ പറഞ്ഞു, നബിയേ, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് എന്തൊരു സുഗന്ധമാണ് നബിയേ. വമാ അത്യബക മയ്യിതാ, നബിയേ, അങ്ങ് മരിച്ചു കിടക്കുമ്പോഴും എന്തോ ഒരു സുഗന്ധമാണ് നബിയേ. ഹബീബിന്റെ ശരീരം സുഗന്ധമായിരുന്നു. ആ സുഗന്ധം വാസനിച്ചു ശുദ്ധീകരിക്കുന്നവർ അമ്മൽ മൗത അല്ലതി കുതിബത് അലൈക ഫഖദ് ദുഖ്തഹാ. നബിയേ, അല്ലാഹു പറഞ്ഞില്ലയോ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ഈ ഭൂമിയിലുള്ള സർവരും മരിക്കും, പ്രപഞ്ചത്തിലെ സർവരും മരിക്കും എന്ന വാക്ക് സാധ്യമാവാൻ ഹബീബേ നിങ്ങൾ മരിച്ചിരിക്കുകയാണ്. വലാകിൻ വല്ലാഹി ലാ തമൂതു ബഅദഹാ അബദാ. ഇനി ഒരു മരണം നിങ്ങൾക്കില്ല നബിയേ. വല്ലാഹി ലാ തമൂതു ബഅദഹാ അബദാ. ഇനി വേറെ ഒരു മരണം അങ്ങേക്കില്ല നബിയേ. വല്ലാഹി ലാ തമൂതു ബഅദഹാ അബദാ. ഹബീബിനെ പുഞ്ചിരിക്കുന്ന ആ മുഖത്ത് ഉമ്മ വെച്ച് ഇറങ്ങി വരുന്നു റസൂലുള്ളാഹിയുടെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കൂട്ടുകാരൻ സങ്കടപ്പെട്ട വിഷമം അല്ലാഹുവിന്റെ മെഹബൂബെന്ന് ജീവിതകാലം ഹബീബായ തങ്ങൾ പറയും, ആരോടെങ്കിലും എനിക്ക് കടപ്പാടുണ്ടെങ്കിൽ ആ കടപ്പാടെല്ലാം ഈ ദുന്യാവിൽ ഞാൻ പകരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊഴികെ സിദ്ദീഖ് എന്നവർ എന്നോട് ചെയ്ത കടപ്പാടിന് ലാ യജ്സിഹാ ലഹു ഇല്ലല്ലാഹ്. അല്ലാഹുവിന് മാത്രമേ സിദ്ദീഖ് എന്നവർക്ക് അതിന് പകരം കൊടുക്കാൻ കഴിയൂ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നേരെ പരിശുദ്ധമായ മിമ്പറിലേക്ക് കയറുന്നു. ഹബീബിന്റെ വീട് തുറക്കുന്നത് മദീനത്തെ പള്ളിയല്ലേ. ലോകത്തിന്റെ ഗുരുവിനെ നഷ്ടമാവുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യൗമാനി ലാ അൻസാഹുമാ ഫീ ഹയാതി. രണ്ട് ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. യൗമുൻ ദഖല ഫീഹി റസൂലുള്ളാഹിൽ മദീന
ഹബീബ് മദീനയിലേക്ക് വന്ന ദിവസമാണത്. വയൗമുൻ തുവഫിയ ഫീഹി റസൂലുള്ളാഹ്, രണ്ടാമത്തേത് ഹബീബ് ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ്. ഇത് രണ്ടും നിന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ലെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മദീന കരയുകയാണ്. സ്വഹാബികളെ നിന്നവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഇരുന്നവർക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കിടക്കുന്നവർക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. സുഹാബിമാരുടെ കൂട്ടക്കരച്ചിലിനിടയിലേക്ക് ശാന്തനായി അല്ലാഹു നൽകുന്ന ഒരു ഇമാമത്തിന്റെ കഴിവോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റഖിയൽ മിമ്പർ, മിമ്പറിലേക്ക് കയറി നിൽക്കുന്നു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ ഇരിക്കുക, ശ്രദ്ധിക്കുക. ഒരാള് മാത്രം ഇരിക്കൂല, ഒരാള് മാത്രം ഓടുകയാണ്. പള്ളിക്ക് മീതെ, പള്ളിയുടെ പിറകിൽ വാള് ചുറ്റിപ്പിടിച്ച് നടക്കുകയാണ്. യാ ഉമറു ഇജ്ലിസ്, ഉമറേ ഇരിക്കണം ഉമറേ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ ഒരു സങ്കട വാർത്ത വിളിച്ചറിയിക്കാൻ പോവുകയാണ്. ഔദ്യോഗികമായി ഹബീബിന്റെ വഫാത്ത് വിളംബരം നടക്കാൻ പോവുകയാണ്. ഇരിക്കും ഉമറേ, ഇരിക്കുക എന്ന് ഉമർ എന്നവരോട് മുമ്പൊരിക്കലും സിദ്ദീഖ് എന്നവർ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഉമർ എന്നവർ ഇരിക്കില്ലെന്നറിയാം. അവിടെ പള്ളിയുടെ മൂലയിൽ കാലും മടക്കി വെച്ചിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ശാന്തരായി നിൽക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ജനങ്ങളെ അറിയുക, അല്ലാഹു മരിച്ചിട്ടില്ല, അല്ലാഹു ജീവിച്ചിരിപ്പുള്ളവനാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് അല്ലാഹുവിനാണ്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. ഹബീബ് പോവുകയാണ്, നമ്മളോട് യാത്ര പിരിഞ്ഞു. അതുകൊണ്ട് അറിയണം, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ദൂതരാണ്. ഹബീബിന്റെ മുമ്പ് വന്ന പ്രവാചകന്മാർ മരിച്ചു പോയിട്ടില്ലയോ? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل, അവർക്ക് മുമ്പും പ്രവാചകന്മാർ വന്നില്ലയോ? അഫഇം മാത ഔ ഖുതിൽ, ഹബീബായ നബി തങ്ങളെങ്ങാനും വധിക്കപ്പെടുകയോ അതല്ല വഫാത്താവുക തന്നെയോ ആയാൽ ഇൻഖലബ്തും അലാ അഅഖാബികും, നിങ്ങൾ പുറംതിരിഞ്ഞോടുകയാണോ? ഓടുകയാണോ? ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ഈ ആയത്തിന്റെ ഉള്ളിൽ അല്ലാഹു ഹബീബ് വഫാത്താകുമെന്ന ആശയം വെച്ചിട്ടുണ്ട്. സൂറത്ത് ആലു ഇംറാനിലെ 144-ാമത്തെ ആയത്ത്. സ്വഹാബികൾ ബഹുഭൂരിപക്ഷം ഹാഫിദീങ്ങളാണ്. അവര് പറയുന്നു, കഅന്നനാ നസ്മഉഹാ ലിഅവ്വലി മറ, ഈ ആയത്ത് ഞങ്ങൾ ആദ്യം കേൾക്കുന്ന പോലെ. ഹബീബ് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്ലിമത്തിൽ മദീന, മദീനക്ക് ഇരുള് പരക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെയാണ് ഹബീബ് വഫാത്താകുന്നത്. പക്ഷേ അന്ന് ഉച്ചക്ക് സൂര്യന് വെളിച്ചമില്ല. മഗ്രിബായ പോലെ മദീന മുഴുവൻ ഇരുട്ടായിരുന്നു. അന്ന് അസ്തമിക്കുന്നത് വരെ രാവും പകലും കൂടിച്ചേരുന്നത് കാണാൻ കഴിയാത്ത വിധം ഉദ്ലിമത്തിൽ മദീന, മദീനക്കന്ന് ഇരുളായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബേ, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. സുഗന്ധമായി ജീവിച്ച്, സുഗന്ധമായി പഠിപ്പിച്ചു തന്ന്, സുഗന്ധമായി ദഅവത്ത് ചെയ്ത്, ആ ജീവിതം സുഗന്ധം, അവിടുത്തെ വാക്കുകൾ സുഗന്ധം, അവിടുത്തെ ഭൂമേന് സുഗന്ധം, അവിടുത്തെ വിയർപ്പിന് സുഗന്ധം. ഹബീബായ നബി തങ്ങളിൽ നിന്ന് ഒരു ദുർഗന്ധം ഒരിക്കൽ പോലും ആർക്കും ഒരിക്കലും അനുഭവിക്കാൻ കഴിഞ്ഞില്ല.
ആ ഹബീബിനെയാണ് ഉമ്മ വെച്ചുകൊണ്ട് സിദ്ദീഖ് എന്നവർ പറഞ്ഞത്, നബിയേ, ജീവിച്ചിരിക്കുമ്പോൾ എന്തൊരു സുഗന്ധം നബിയെ, അങ്ങേക്ക് മരിച്ചു കിടക്കുമ്പോഴും എന്തോ ഒരു സുഗന്ധം നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനെ കുളിപ്പിക്കണം, ഹബീബായ നബി തങ്ങളെ മറവ് ചെയ്യണം. സ്വഹാബികൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്തത് ഹബീബായ നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെയാണ് ഹബീബിനെ കുളിപ്പിക്കേണ്ടതെന്ന് അറിയുന്നില്ല, എങ്ങനെയാണ് ഹബീബായ നബി തങ്ങളെ എവിടെയാണ് മറവ് ചെയ്യേണ്ടതെന്നറിയുന്നില്ല. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ, മഹാന്മാരായ സ്വഹാബിമാർ, അലി റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്, ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവർ അവിടെയുണ്ട്, മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന നബി തങ്ങളുടെ പിതൃ സഹോദരനുണ്ട്. അവരാണ് ഹബീബിനെ കുളിപ്പിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്. ലോകത്തിന്റെ ഗുരുവിനെ കുളിപ്പിക്കുകയാണ്. വസ്ത്രം എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്? ഹബീബിന്റെ വസ്ത്രം അഴിക്കണോ, നബി തങ്ങൾക്ക് പുതിയ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കണോ, എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്നറിയാതെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ പാട്ടയിൽ വെള്ളമുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ 3 പേർക്കും അവിടെ ഉറക്കം സംഭവിച്ചു. ഞങ്ങളുടെ താടി ഞങ്ങളുടെ നെഞ്ചിലേക്ക് വന്നു, ഞങ്ങൾ ഉറങ്ങി. അപ്പോഴാണ് ഒരാള് വിളിച്ചു പറയുന്നു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ 3 പേരോടുമായി, യഗ്സിലൂ റസൂലല്ലാഹി മിൻ ഫൗഖി സിയാബിഹി, ഹബീബിന്റെ വസ്ത്രം അഴിക്കല്ലേ, ഹബീബിന്റെ വസ്ത്രത്തിന്റെ മീതെയാണ് നിങ്ങൾ നബിയെ കുളിപ്പിക്കേണ്ടത്. അങ്ങനെ ഹബീബിന്റെ വസ്ത്രം അഴിക്കാതെ നബിതങ്ങൾ ഉടുത്ത ആ വസ്ത്രത്തിലാണ് ഞങ്ങൾ ഹബീബിനെ കുളിപ്പിച്ചതെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബിതങ്ങൾക്ക് നിസ്കാരം നടക്കണം, അറിയണം. ഹബീബായ നബിതങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് ഒരാൾ പോലും ഇമാമ് നിന്നിട്ടില്ല. ഒരാളും ഇമാമ് നിൽക്കാതെ ഓരോരുത്തരും ഒറ്റക്കും കൂട്ടമായുമാണ് നിസ്കരിച്ചത്, ഇമാമില്ലാതെ. അത് ഖാസിയ്യത്തു റസൂലില്ലാഹ്, ഇത് നബിതങ്ങളുടെ പ്രത്യേകതയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളാണ് പറഞ്ഞത്, ഇദാ വദഅതുമൂനി അലാ ശഫീരിൽ ഖബ്രി, ഖബറിന്റെ തെല്ലത്തേക്ക് നിങ്ങൾ എന്നെ വെച്ചാൽ, ഫദഊനി സാഅതൻ, എന്നെ ഖബറിലേക്ക് ഇറക്കുന്നതിന്റെ മുമ്പ് ഏകദേശം 1 മണിക്കൂർ നേരം നിങ്ങൾ എന്നെ അവിടെ വെച്ചേക്കണം. ഉടനെ ഖബറിലേക്ക് വെക്കരുത്. ഫഇന്നൽ മലായികത സൗഫ തുസല്ലി അലയ്യ, എന്റെ മയ്യിത്ത് നിസ്കാരത്തിന് അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മലക്കുകൾ വരും. അവരുടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. എന്റെ മയ്യിത്ത് നിസ്കാരം ആദ്യം ചെയ്യുന്നത് മലക്കുകളായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم صلوا علي زرافات ووحدانا, നിങ്ങൾ ഒറ്റക്കും കൂട്ടമായും പിന്നെ എനിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചോളൂ. ആ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ثم صلوا علي في اي مكان, നിങ്ങൾക്ക് എവിടെ വെച്ചും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാം. فإن صلاتكم تبلغني, നിങ്ങളുടെ സ്വലാത്ത് അല്ലാഹു എനിക്ക് എത്തിച്ചു തരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് സ്വഹാബത്ത് ചർച്ച നടക്കുകയാണ്. ജന്നത്തുൽ ബഖീഇലാവണോ, ജന്നത്തുൽ ഗർഖദിൽ പരിശുദ്ധരായ ഉഹദിലെ ശുഹദാ കിടക്കുന്നിടത്താവണോ, എവിടെയാണ്? ഏത് മണ്ണും ഹബീബിനെ കിട്ടാൻ കൊതിക്കുകയാണ്. നൈലുൽ ഔതാറിൽ മഹാനായ മുസന്നിഫ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യിത്ത് നിസ്കാരത്തിന് 37,000 ആളുകളാണ് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് നിസ്കരിച്ചത്. 37,000. അന്ന് മദീനയുടെ ജനസംഖ്യയാണത്. അല്ലാഹുവിന്റെ ഹബീബിന് ഇമാമില്ല. മാ കാന ലഹും ഇമാമുൻ യുസല്ലി ബിഹിം ബൽ സ്വല്ലാ കുല്ലു ഇൻസാനിൻ മിൻഹും അലാ ഹിദ, ഓരോരുത്തരും ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്. ഹബീബിന് ആരാണ് ഇമാമ് നിൽക്കാൻ കഴിയുക? മുത്തനബി തങ്ങളുടെ ആ നിസ്കാരത്തിൽ 1-ാമത്തെ സ്വഫിലുണ്ട് സിദ്ദീഖ് എന്നവര്, ഉമർ എന്നവര്. അവർ ദുആ ഇറക്കുന്നത് സ്വഹാബിമാർ കേട്ടിട്ടുണ്ട്. നബി തങ്ങൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരത്തിൽ ചൊല്ലിയ ദുആ, സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹു അങ്ങേക്ക് സ്വലാത്തും സലാമും ചൊല്ലട്ടെ നബിയേ. നശ്ഹദു അന്നക ബല്ലഗ്ത الرسالة وأديت الأمانة
ونصحت الأمة وجاهدت في الله حتى أتاك اليقين എന്ന് നബി തങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കുന്നത് സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ദുആ ഇരക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്യേണ്ടത് മുത്തനബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്പിയാക്കന്മാർ എവിടെയാണോ വഫാത്താകുന്നത് നിങ്ങൾ അവിടെയാണ് അവരെ മറവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് ഇനി ഒരു മഖ്ബറയാവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. അവിടെ തന്നെയാണ് ഖബർ കുഴിക്കുന്നത്. ആ വീടാണ് നമ്മൾ ഇന്ന് റൗളത്തുശ് ശരീഫ്, പരിശുദ്ധമായ ഹബീബിന്റെ റൗള എന്ന് പറയുന്നത്. ഹുജ്റത്തു ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിയുടെ ഹുജ്റയാണത്. ആ വീട്ടിൽ മൂന്നാളുകളാണ് കിടക്കുന്നത്. ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റേത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളാണല്ലോ അന്ന് തോളിൽ പിടിച്ച് നടന്നുകൊണ്ട് പറഞ്ഞതല്ലേ മഹാനായ സിദ്ദീഖ് എന്നവരോടും ഉമർ എന്നവരോടും, ഉമറേ സിദ്ദീഖേ നമ്മൾ മൂന്നുപേരും ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകും സിദ്ദീഖേ ഉമറേ. ആ വാക്ക് പുലരുകയാണ്. ദുനിയാവിലെ സ്വർഗത്തിൽ ഹബീബിന്റെ കൂടെ കിടക്കുകയാണ്. ആ മഹത്തുക്കൾ അഷ്റഫുൽ ഖൽഖിനെ മറവ് ചെയ്തു. പരിശുദ്ധമായ ആയിഷ ബീവിയുടെ റൂമിൽ ഹബീബ് വഫാത്തായിടത്ത് ആ സംഭവം ഉദ്ധരിക്കുകയാണ്. നബി തങ്ങൾ വഫാത്തായി ഹബീബിനെ മറവ് ചെയ്ത് സ്വഹാബിമാർ തിരിച്ചു വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീടിന്റെ സൈഡിൽ നിന്നിട്ട് ചോദിക്കുന്നു, യാ അനസു, അനസേ كيف طابت أنفسكم أن تحثوا التراب على رسول الله. അനസേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ അനസേ, എന്റെ ഉപ്പയുടെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടാൻ എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് വന്നു എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. വഫാത്തായവരെ മറവ് ചെയ്തല്ലേ പറ്റൂ. ഹബീബിനെ തന്നെയും നബി തങ്ങൾ അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്. സ്വഹാബത്തിന് താങ്ങാൻ കഴിയുമാകുമായിരുന്നില്ലാത്ത ആ സംഭവം മദീനയിൽ നടക്കുമ്പോ ഫാത്തിമ ബീവി അവിടുത്തെ ഉപ്പയെ കുറിച്ച് ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ഉപ്പയെ എങ്ങനെയാണ് അവർക്ക് മണ്ണ് വാരിയിടാൻ കഴിയുന്നത്? അനസ് റളിയല്ലാഹു അൻഹുവിന് ഇതിന് മറുപടി കൊടുക്കാൻ കഴിയൂല. അനസ് റളിയല്ലാഹു അൻഹു മറുപടിയില്ല. സ്വഹാബിമാർ മുഴുവനും ധരിച്ചു നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും സ്വഹാബത്തിന്റെ വിഷമം തീർന്നില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ എന്നവരുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ, അസ്സലാമു അലൈക യാ ഉസ്മാൻ, ഉസ്മാനെ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് ഉമർ എന്നവർ സലാം പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സലാം മടക്കുന്നില്ല. ആ സലാം മടക്കാത്തത് വൈരാഗ്യം കൊണ്ടല്ലെന്ന് ഓർക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പരാതിയുമായി ചെന്നു. സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുന്നത് അത്ര വലിയ കുറ്റമാണെന്ന് പഠിപ്പിക്കാൻ തന്നെ. ആരോടാ പരാതി? ഖലീഫത്തി റസൂലില്ലാഹ്, ഹബീബിന്റെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. യാ ഖലീഫത്ത് റസൂലില്ലാഹ്, സിദ്ദീഖ് എന്നവരെ ഞാൻ സലാം പറഞ്ഞിട്ട് ഈ ഉസ്മാൻ എന്നവരെ എന്നോട് സലാം മടക്കിയിട്ടില്ല. സിദ്ദീഖ് എന്നവർ വിളിച്ചു, ഉസ്മാനെ ഇവിടെ വാ. ലിമലം തുസല്ലിം അലാ അഖീക ഹീന സല്ലമ അലൈക, നിങ്ങളോട് നിങ്ങളുടെ കൂട്ടുകാരൻ സലാം പറഞ്ഞിട്ട് എന്തേ സലാം മടക്കാതിരുന്നത് ഉസ്മാനെ എന്ന് ചോദിച്ചപ്പോ, കുന്തു ഫീ ഹൗലി വഫാത്തി റസൂലില്ലാഹ്, ഹബീബിന്റെ വഫാത്തിന്റെ സങ്കടത്തിന്റെ ബേജാറിലായിരുന്നു ഞാൻ. ആ വിഷമത്തിനിടയിൽ എന്റെ മുമ്പിലൂടെ ആര് പോയതും പറഞ്ഞതും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സലാം കേട്ടിട്ടില്ല. അബൂബക്കറേ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഹബീബിന്റെ വഫാത്തിന്റെ വേദനയിൽ ഞാൻ ഇരിക്കുകയാണ്. എന്റെ മുമ്പിൽ നടക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് ഹബീബിന്റെ പുതിയ പിളയും ദുന്നൂറൈൻ വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് വിട പറഞ്ഞു. ആ വിട പറയലിനോളം സങ്കടമുള്ള ഒന്ന്
ലോകത്തിന് ഒരു മുഅ്മിനും വരാനില്ല, ഒരു മുഅ്മിനും വരാനില്ല. അല്ലാഹു ഈ ഉമ്മത്തിന് കാവൽ നൽകട്ടെ. ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹബീബിനെ നാളെ മഹ്ശറായിലും അവിടെ നിന്ന് അങ്ങോട്ട് ഹൗദുൽ കൗസറിന്റെ അരികത്തും സ്വർഗത്തിലും വെച്ച് കാണാനുള്ള ഭാഗ്യം തരട്ടെ. സ്വപ്ന ദർശനങ്ങളിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ തർബിയത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഹബീബ് ഇട്ടേച്ചു പോയത് ഇൽമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മുതഅല്ലിമീങ്ങളുള്ള സദസ്സാണിത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിൽ അങ്ങാടിയിൽ ചെന്നൊരു വിളംബരം ചെയ്തു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങൾ ഈ അങ്ങാടിയിൽ തിക്കും തിരക്കും കൂടുകയാണോ? വമീറാസു റസൂലില്ലാഹി യുഖ്സമു ഫിൽ മസ്ജിദി, ഹബീബിന്റെ പള്ളിയിൽ നബി തങ്ങളുടെ സ്വത്ത് അനന്തരം വീതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടയോ? ഹബീബിന്റെ സ്വത്ത് വേണ്ടയോ? എല്ലാവരും ഓടാൻ തുടങ്ങി. അങ്ങാടിയിൽ നിന്ന് ഹബീബിന്റെ സ്വത്ത് അവിടെ ഓഹരി വെക്കുന്നുണ്ടെന്നാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഓടി, എല്ലാവരും ഓടി. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇൽമിന്റെ സദസ്സ് നടക്കുന്നുണ്ട്. ഇൽമിന്റെ സദസ്സ് നടക്കുന്നുണ്ട്. അവര് ചോദിച്ചു, യാ അബൂ ഹുറൈറ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? നബി ഞങ്ങളുടെ സ്വത്തോ ഇവിടെ ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ, കാണുന്നില്ലല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ അഹ്ല സൂഖ്, നിങ്ങൾക്കറിയില്ലേ മുത്തുനബി ഞങ്ങൾ പറഞ്ഞത്, നഹ്നു മആശിറൽ അംബിയാഇ ലാ നരിസു വലാ നൂറസു, ഞങ്ങൾ പ്രവാചകന്മാരുടെ സ്വത്ത് അനന്തരം എടുക്കപ്പെടുകയോ ഞങ്ങളുടെ വാപ്പമാരിൽ നിന്ന് അനന്തരം എടുക്കുകയോ ചെയ്യുന്നില്ല എന്ന് അറിയണം. അല്ലാഹുവിന്റെ റസൂൽ മാ തറക വഹൽ തറക റസൂലുള്ളാഹി ദിർഹമൻ ഔ ദീനാറാ, നബി തങ്ങൾ പൈസയാണോ ഇവിടെ ഇട്ടേച്ചു പോയത്? ഇന്നമാ തറകൽ ഇൽമ്, ഇൽമല്ലയോ നബി തങ്ങൾ ഇട്ടേച്ചു പോയത്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, അതുകൊണ്ട് ഹബീബിന്റെ ഇൽമ് കിട്ടിയാൽ അത് നബി തങ്ങളുടെ അനന്തര സ്വത്താണ്. അതുകൊണ്ട് അങ്ങാടിയിലെ കച്ചവടത്തിന്റെ ഇടയിൽ ഇൽമ് പഠിക്കാൻ സമയം കണ്ടെത്തണേ. ഇൽമ് നശിച്ചു പോവരുത്, ഇൽമില്ലാതെയായി പോവരുത്, ഇൽമില്ലാതെയായി പോവരുത്. ഹബീബിന്റെ അനന്തര സ്വത്ത് അതാണെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല നമ്മുടെ ഇൽമ് മുഴുവനും നമുക്ക് നാഫിആക്കി തരട്ടെ. ഹബീബിന്റെ മദീനയിലേക്ക്, അല്ലാഹുവിന്റെ ഹറമായ പരിശുദ്ധമായ മക്കയിലേക്ക് ഒരുപാട് തവണ എത്താനും ഹബീബിനോട് സലാം പറയാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഈ പരിശുദ്ധമായ മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് ഈ പാപ്പങ്കോയ തങ്ങൾ റഹിമഹുള്ളയുടെ നഗരിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ പരിശുദ്ധമായ മുനാരവും ഇവിടുത്തെ പച്ചക്കുബ്ബയും ഹബീബിന്റെ റൗളക്ക് സമാനമായ ആ ഒരു നിറത്തിലും ഭാവത്തിലും ഉണ്ടാക്കി വെച്ചപ്പോ ഇത് പരിശുദ്ധ റൗളയിലേക്ക് കടന്നു പോവാനുള്ള, മുഅ്മിനീങ്ങൾക്ക് റൗള സന്ദർശിക്കാനും മനസ്സിനുള്ളിൽ ഹബീബിനെ ആവാഹിക്കാനുമുള്ള മഹനീയമായ വേദിയാണ്. അല്ലാഹു ഇത് ഹബീബിന്റെ റൗളയിലെത്താൻ നമുക്കൊരുപാട് നിമിത്തമാക്കി തരട്ടെ. ഹബീബിന്റെ സ്മരണ ഒരുപാട് ഓർക്കപ്പെടുകയും ഒരുപാട് സ്വലാത്ത് നടക്കുകയും ചെയ്യുന്ന മസ്ജിദാണ് ഈ പരിശുദ്ധമായ കുമ്പോലിലെ മസ്ജിദ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആത്മീയമായ വിജയം, കൽബിന്റെ നൂറ് വേണോ? ഈ പരിശുദ്ധമായ നാട്ടിലേക്ക് വരണം. ഈമാനിന്റെ വെളിച്ചം വേണോ? അഹ്ലുബൈത്തിന്റെ പൊരുത്തം വേണോ? ഇങ്ങോട്ട് വരിക. ഹബീബിന്റെ സ്വത്ത് ഓഹരി വെക്കുന്നുണ്ട് ഇവിടെ, ഇൽമും ബഹ്സും നടക്കുന്നുണ്ട് ഇവിടെ, സ്വലാത്തും തസ്ബീഹും നടക്കുന്നുണ്ട് ഇവിടെ, ഇൽമിന്റെ മജ്ലിസ് നടക്കുന്നുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, ആരൊക്കെയാണോ ഈ പരിശുദ്ധമായ നഗരിയിലെ ഈ ഈമാനിന്റെ വെളിച്ചത്തിന് കാരണക്കാരായ സയ്യിദന്മാർ, അല്ലാഹുവേ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ, ആരോഗ്യം വർദ്ധിപ്പിക്കണേ തമ്പുരാനെ, അവിടെ മനസ്സിലെ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നമാഉം ഖൈറും ബറക്കത്തും നൽകണമേ.